ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ ഇന്ന് സുരേന്ദ്രൻ വേറെ ഒരു വിഷയമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ കണ്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ അല്ല ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലൈവിനകത്ത് വന്നിട്ട് ഈ അറുവാണി തരം പറയുന്ന കുറെ അറിവാണികളുടെ വീഡിയോസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരു ട്രെൻഡാണ് നമ്മുടെ രേണു സുധിയെ അങ്ങോട്ട് അറവരയ്ക്ക് വിറ്റ് തിന്നുക എന്നുള്ളത്. അത് ഈ കേരളത്തിലുള്ള ഈ യൂട്യൂബർമാർ കംപ്ലീറ്റ് വിറ്റ് മാക്സിമം തിന്നു കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ആ സ്ത്രീ ബിഗ് ബോസിൽ പോയപ്പോ കുറച്ചൊക്കെ ഒന്ന് അടങ്ങിയിരുന്നതാണ്. അപ്പോ അവള് അകത്തായിരുന്ന സമയത്ത്, അതായത് ബിഗ് ബോസിലായിരുന്ന സമയത്ത് കുറെ എണ്ണം ഉം, തുണിയും പൊക്കി പിടിച്ച് കെട്ടിക്കൊണ്ടൊക്കെ വന്നായിരുന്നു. അതിനുശേഷം വലിയ കുഴപ്പമില്ല, ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സ്ത്രീ രണ്ടു ദിവസം മുമ്പാണ്ടാണ് തോന്നുന്നു ഏതോ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതിനുശേഷം കുരു പൊട്ടിക്കൊണ്ട് കുറെ എണ്ണത്തിനിഞ്ഞ് എടുത്ത് വന്നു. അതിനകത്ത് മെയിൻ ഒരു താരം എന്ന് പറയുന്നത് അതുൽ ബ്ലോഗ്. അതുൽ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. അതുൽ ബ്ലോഗിന്റെ പേർക്ക് കൊണ്ടുവന്നു ഈ രേണു ഒരു പരാതി കൊടുത്തു. അപ്പൊ അതിന്റെ ചുരുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് യവൻ ഇങ്ങനെ അലക്കിക്കൊണ്ടിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പോ നമ്മൾ അതുൽ ബ്ലോഗിന്റെ മകൻ രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം, അല്ലേ? ഓക്കെ. രേണു സുധി അതുൽ വ്ലോഗ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എത്ര ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബിഗ് ബോസിന്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കാതെ വിട്ടുപോയി. എനിക്കൊരു പെൺകുട്ടി ഇത് അയച്ചു തന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. ഞാനിപ്പോ ബിഗ് ബോസിന്റെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി എന്റെ കാറിനകത്തോട്ട് അങ്ങോട്ട് കയറിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. പിന്നെ ഇതിന് പ്രത്യേകം നമുക്ക് സ്പോട്ടിൽ തന്നെ ഉത്തരം കൊടുക്കാം. ഇരുന്ന് ആലോചിക്കുക, മറ്റു ക്ലിപ്പോ കാര്യങ്ങളൊന്നും ഇരുന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്കറിയാലോ, നമ്മൾ 1ാം ക്ലാസ് തന്നെ ഒരു 10 വട്ടം പഠിച്ചു കഴിഞ്ഞാൽ അറിയാലോ, 10 വർഷം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതുപോലാണ് ഈ ഒരു കേസ് കേട്ട്. ഓക്കെ, അപ്പൊ രേണു സുധി അതുൽ വ്ലോഗ് സംബന്ധമായിട്ടുള്ള കാര്യം നമുക്ക് പോവാം. അതിലെ കണ്ണടി ഒന്ന് വെച്ചിട്ടിട്. ആ, പിന്നെ എന്താ പറഞ്ഞ് ഭയങ്കര ഗൗരവമുള്ള ഒരു വിഷയമാണെന്നാണല്ലോ പറഞ്ഞല്ലേ. ഏതോ ഒരു പെൺകുട്ടി വീഡിയോ അയച്ചു തന്നു. പിന്നെ നമ്മൾ എവിടെ ഏതാ വീഡിയോ ചെയ്യുന്നത്? കാറിനകത്ത്. നമ്മളൊക്കെ വീട്ടിനകത്തായിരുന്നു ചെയ്യുന്നത്. സാധാരണ കാറിനകത്തും ഈ എന്താ പറയുന്നത്, നമ്മുടെ റിയാക്ഷൻ, അതായത് വല്ലവരുടെയും ഈ വീഡിയോ എടുത്ത് വെച്ച് അങ്ങോട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റൂമിനകം, ബെഡ്റൂമിനകം, അല്ലെങ്കിൽ വല്ല ബാത്റൂമിനകം, അല്ലെങ്കിൽ കാറ്, ഇതൊക്കെ തന്നെ പറ്റിയ പ്ലേസാണ്. ചേട്ടൻ തുടങ്ങിക്കോ. പിന്നെ ആ കണ്ണട നേരെ എടുത്ത് അങ്ങോട്ട് വെച്ചോണം കേട്ടോ. അച്ഛനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞോ 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 പറഞ്ഞോ. എവിടെയാടാ നീ? എവിടെയാടാ നീ? ഷോ, എന്തോ പറഞ്ഞേ? കണ്ടില്ലേ? എവിടെയാണോ നീന്നോ? അച്ചോടാ മോനെ, കണ്ടില്ലല്ലോടാ. ഇത്രയും സമയം എന്റെ അടുത്ത് ഉണ്ടായിരുന്നടാ. മോന്റെ അച്ഛനാണോ തിരക്കിയത്? ഇവിടെ കുറച്ച് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മോൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞോ. അതുൽ വ്ലോഗ്സ് ഇതിനെ എതിർത്തായിട്ട് ഒരു വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അശോ, കഷ്ടമായി പോയി. കാരണം അച്ഛനെ കുറിച്ച് ഇത്രയും വളരെ മോശമായിട്ട് മ്ലേച്ഛമായിട്ട് സംസാരിച്ചിട്ട് അച്ഛനൊന്നും മിണ്ടിയില്ല അല്ലേ? പിന്നെ മോനെ, എങ്ങനെയാണെന്ന് അറിയത്തില്ലടാ. വേറെ ഒരു വളഞ്ഞ വഴിക്കുള്ള ബന്ധമാണോ എന്ന് അറിയത്തില്ല. ഒരു പെങ്ങള് കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. പെങ്ങളാണോ ഇനി വേറെ എന്തെങ്കിലും ബന്ധമാണോ എന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ആ പെങ്ങള് കുട്ടിയോട് പറയുന്നത് നമുക്കൊന്ന് കേട്ടാൽ എന്താ മോനെ? അതുകൂടെ ഒന്ന് കേൾക്കാം കേട്ടോ. ആ, ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം നമ്മുടെ അഴകിയ റാണി രേണു സുധിയെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഹായ് ഹലോ മോളെ, പിന്നെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? സുഖമാണോ? പിന്നെ മോളെ എന്താ പറഞ്ഞ ഒരു അഴകിയ റാണി, അത് ആരാണാവോ? ഓ, നമ്മുടെ രേണുസുതി അല്ലേ? മോള് പറഞ്ഞോ, ഞാൻ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കും കേട്ടോ. പറഞ്ഞോ പറഞ്ഞോ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് വരാൻ കാരണം എന്ന് വെച്ചെങ്കിൽ രേണു സുധി ഈ അടുത്തിടെ 2-3 ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂസിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ദഹിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണ്. വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ നട്ടാക്കുരുക്കത്ത് നുണകളൊന്നും പറയാറില്ല. പക്ഷെ ഈ ഓ, അപ്പൊ അത് ശരി. അപ്പോ രേണുസുതി അങ്ങനെ ഒരു സാഹസം കാണിച്ചല്ലേ? ഓ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. രണ്ടു മൂന്ന് ഇന്റർവ്യൂ കൊടുത്തു. അപ്പൊ ആ ഇന്റർവ്യൂ കൊടുത്തതാണ് ഇപ്പൊ മോക്ക് വന്നിട്ടുള്ള ചൊറിച്ചില് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ അതുലച്ഛന്റെ മകനും ഇതുപോലെ രംഗത്ത് വന്നിട്ടുണ്ട്. അയാളും ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അയാളൂടെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്താ? അതല്ലേ നല്ലത്. ഒന്ന് പറയാലോ, ഇപ്പൊ രേണു സുധി എന്ന് പറഞ്ഞ മന്മര്യം ഇപ്പൊ താഴോട്ട് വീണിട്ടുണ്ട്. ഉള്ള കാര്യം പറയാലോ, ഇനി ഒരു 3 മാസം അതിന്റെ അപ്പുറം ഇവര് കാണൂല. നിങ്ങൾ കണ്ടോ സോഷ്യൽ മീഡിയയില ഇവർ ഇപ്പൊ കടന്ന് അഹങ്കാരിക്കുന്ന ഈ അഹങ്കാര സംസാരവും അത് നിന്നോളും, ഉറപ്പായിട്ടും നിന്നോളും. ഓക്കെ, അതുപോലെ മോളെ, അതിന്റെ മോൻകുട്ടൻ പറയുന്നത് കേട്ടോ. അതായത് രേണുസുതി വീണു,
ഇനി 2-3 മാസം കൂടെ ഉള്ളൂ. ആ അതെ, അടുത്ത ഗർഭം നിറഞ്ഞിരിക്കുകയാണ് പ്രസവിക്കാൻ വേണ്ടിട്ടേ. ഇപ്പോ 6 മാസം കഴിഞ്ഞു, 9 മാസം കഴിയപ്പോഴാണല്ലോ പ്രസവിക്കുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങോട്ട് തല വരെ അങ്ങോട്ട് നിശ്ചയിച്ചു. 2-3 മാസം കൂടിയേ ഉള്ളൂ. പെങ്ങളൂട്ടി കേൾക്കുന്നുണ്ടോ? കേക്കണം കേട്ടോ. നഷ്ടമാണ് രമ്യയെ, നഷ്ടമാണ്. എത്ര പേര് ഈ വീഡിയോ കാണുന്ന എത്ര പേര് വിധവകളായ സ്ത്രീകളുണ്ട്. നിങ്ങൾക്ക് ഭർത്താക്കന്മാര് മരിച്ചിട്ട് ശേഷം ഇങ്ങനെ കേൾക്കുന്നവരാണോ? ആണോ? ഒന്ന് കമന്റ് ചെയ്യ്. അല്ലല്ലോ. എന്തുകൊണ്ട് രേണുസുതി ഇതിങ്ങനെ കേൾക്കേണ്ടി വന്നു? സ്വന്തം കയ്യിലിരിപ്പ് കാരണം, സ്വന്തമായിട്ടുള്ള കുന്തിളിപ്പ് കാരണമല്ല കേൾക്കേണ്ടി വന്നത്. വായിന്ന് വീഴുന്ന അത്രയും വർത്തമാനം, വായിന്ന് വീഴുന്ന എന്തൊക്കെ വീണിട്ടുണ്ടോ അതെല്ലാം പച്ചക്കള്ളം ഇരുന്ന് പറഞ്ഞത് കൊണ്ട് ബ്ലോഗേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്തു. അതേ കുട്ടി, നഷ്ടമാണ് രമ്യ, നഷ്ടമാണ്. കുട്ടി അതുപോലെ പറയുന്നുണ്ടല്ലോ, വിധവകളായ സ്ത്രീകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ, അവർ ഇതുപോലെ പേരുദോഷം കേൾപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അതിനുള്ള മറുപടി താന് തന്നെ എന്ന് പറയുന്നു. ഇല്ല എന്ന് ഇയാളങ്ങ് തീരുമാനിച്ചത് പറയുവാണ്. അപ്പൊ എനിക്കൊരു സംശയമേ, ഈ രേണുവിനെ എങ്ങനെയാണ് താൻ തിരിച്ചറിഞ്ഞത്? ഇതൊന്ന് പറയാ, ഒന്ന് പറഞ്ഞു കേട്ടാൽ കൊള്ളാം. അതായത് സുധി എന്ന കലാകാരന്റെ അഡ്രസ്സിലാണ് ഈ രേണുവിനെ തിരിച്ചറിയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ രേണു എന്നൊരു സ്ത്രീ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ അറിയുമായിരുന്നോ? അതുപോലെ എനിക്കൊരു സംശയം, വിധവകളായിട്ട് രേണുസുതി മാത്രമല്ല ഭൂമിയിലുള്ളത്, ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട്. പിന്നെ അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നിന്നെ പോലെയുള്ള റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ചാനലുകാർ അന്വേഷിക്കുന്നുണ്ടോ? ഇവരൊക്കെ പല തന്തയില്ലാത്തരം കാണിക്കുന്നവരുണ്ട്, മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവരും ഉണ്ട്, പല പുരുഷന്റെ പുറകെ പോകുന്നവരും ഒക്കെ ഉണ്ട്. അതൊന്നും താങ്കൾ അങ്ങോട്ട് കാണുന്നില്ല. ഈ രേണുസുതി അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതിന്റെ കാലിന്റെ ഇടയിൽ അങ്ങനെ ക്യാമറയെ കൊണ്ട് നടക്കാനോ അവരുടെ കുറ്റവും കുറവും പറയാനും അവരെ ഒന്ന് ഫേമസ് ആക്കി എടുക്കാനോ ഉള്ള ആർജവം, അതായത് ഏറ്റവും നല്ല ഒരു വിൽപ്പന ചരക്ക്, നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഈ രേണുസുതി, അല്ലേ? പുന്നാരമോളെ, അതുപോലെ വേറെ സംശയമുണ്ട്. ഇതിനു മുമ്പ് ഈ സുധി എന്ന കലാകാരൻ കടക്കണിയിൽ പെട്ട് പല ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസകളൊക്കെ വാങ്ങി ജീവിക്കാൻ മാർഗമില്ലാതിരുന്ന സമയത്ത് നിന്നെ പോലെയുള്ള യൂട്യൂബർമാർ അന്നും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ വിഷയങ്ങൾ എടുത്ത് നീയൊക്കെ അങ്ങോട്ട് അമ്മാനമാടി കാശുണ്ടാക്കി. ഇപ്പോ നിന്റെ ആങ്ങള അവിടെ ഇരുന്ന് സംസാരിക്കുന്ന മറ്റേ അതുലിന്റെ മകൻ ഉൾപ്പെടെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടാവണം. അന്നന്ന് നിന്നെ പോലെയുള്ള ഈ യൂട്യൂബർമാർ ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരു 10 രൂപ കാശ് കൊടുത്ത് സഹായിക്കാൻ ഏതെങ്കിലും പരമ തെണ്ടികൾ ഇന്ന് ഈ സുധിയുടെ അഡ്രസ് പേരില് ആ രേണുവിനെ വിറ്റ് തിന്നുന്ന നീയൊക്കെ അന്ന് എവിടെ പോയിരുന്നു? ഇപ്പോ ആ സ്ത്രീ ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിത മാർഗത്തിന് വേണ്ടി അഭിനയിക്കാനോ എന്ത് മാർഗവും നോക്കട്ടെ, അവിടെയൊക്കെ നീയൊക്കെ എന്തിനാണ് അവരുടെ കാലിന്റെ ഇടയിൽ മൊബൈലും കൊണ്ട് ക്യാമറയും കൊണ്ട് നടന്നിട്ട് അവരെ ആക്ഷേപിക്കാൻ നടക്കുന്നത്? അതിനൊരു ഉത്തരം പറയാൻ പറ്റുമോ നിനക്ക്? പറ്റുമെങ്കിൽ പറ കേട്ടോ. ഇനി നമ്മുടെ അതുല്ല മോൻ പറയുന്നതോടെ ഒന്ന് കേൾക്കാം കേട്ടോ. ചേച്ചിക്ക് അറിയാവോന്ന് എനിക്ക് അറിയത്തില്ല. ചേച്ചിക്ക് ഈ ഒരു നിലയിലെത്താൻ കാരണം അവനും നമ്മളും ഒക്കെയാണ്. ചേച്ചി അത് ഓർമ്മ വേണം. ഡെയിലി നിങ്ങളുടെ ഓരോ രാവിലെ ഉച്ചയ്ക്കും 12 മണിക്കും രാത്രിയിലൊക്കെ ഓരോ വീഡിയോസും കാര്യം ഇടുന്നതൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. ബിഗ് ബോസ് വരെ എത്തിച്ചതും നമ്മൾ തന്നെയാണ്. സങ്കടമായി പോയി. ചേച്ചിക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. അന്ന് വള്ളി നിക്കറിട്ട് നടക്കുന്ന പ്രായം, അന്ന് ഈ മോന് 1-2 വയസ്സ് പ്രായം മാത്രം. അന്നാണ് മോനെ ഇതൊക്കെ നടന്നത്. കാരണം ഇത്രത്തോളം നിങ്ങളെ ഫേമസ് ആക്കി ദിവസവും ഉച്ചയ്ക്കും 1:45 12 മണിക്കും ഒക്കെ വീഡിയോ ഇട്ട് നിങ്ങളെ ഫേമസ് ആക്കിയ മഹാനാണ് ആ ഇരിക്കണത്. മറക്കരുത്. നന്ദി വേണം, സ്മരണ വേണം. നിങ്ങളെ ഈ ബിഗ് ബോസ് വരെ കൊണ്ട് എത്തിച്ച മഹാനാണ് ഈ അച്ഛനും മകനും. അപ്പൊ അച്ഛനെ പറയുമ്പോ മകന് ചൊറിയും, അതുപോലെ മകൾക്കും ചൊറിയും, അല്ലേ? എടാ പുന്നാര മോനെ, ഇത്രയും വർഷം ആ സ്ത്രീയെ വിറ്റു തിന്നു എന്ന് പറയുന്നത് അല്ലട പരമ തെണ്ടി അന്തസ് എന്ന് പറയുന്നത്. ആണോ അല്ലേ? ആ സ്ത്രീയെ ഒരു തരത്തിലും ജീവിക്കാൻ താമസിക്കാതെ അതിന്റെ പുറകെ നടന്ന് അതിന്റെ കാലിന്റെ ഇടയിൽ അവിടെ എവിടെയും ക്യാമറയും കൊണ്ടുവച്ച് ഓരോരുത്തന്മാര്, അത് പെണ്ണ് ചിലപ്പോ എന്ന് പറയാം ഏദൃശ്യം അവിടെ ഒന്ന് തിരിയുമ്പോൾ അതിന്റെ വയറും ഒക്കെ കണ്ടെന്നിരിക്കും. അവിടെ അത് മാത്രം ഫോക്കസ് ചെയ്ത് നീയൊക്കെ ക്യാമറ എടുത്ത് പുറത്ത് വിട്ട് അതിനെ ആക്ഷേപിച്ച് കാശ് തീട്ടം തിന്നുന്ന വർഗമല്ലേ നീ, നിന്റെ തന്തയും ഒക്കെ? ആണോ അല്ലയോ? സ്മരണ വേണം കേട്ടോ രേണുസുതി.
എന്നെ ഫേമസ് ആക്കിയത് ഈ കൊച്ചേട്ടന്മാരാണ്. സ്മരണ സ്മരണ മറക്കരുത് കേട്ടോ. പറഞ്ഞിട്ടുണ്ട്. അവൻ എന്തൊക്കെയാ പറഞ്ഞത്? അവരെന്തൊക്കെയാ പറഞ്ഞത്? അവന് നല്ല തിട്ടമുണ്ട്. എന്റെ പൊന്നു രേണു മോളെ, അതിന് നല്ല തിട്ടമുണ്ട് എന്തൊക്കെയാ പറഞ്ഞതെന്ന്. അപ്പൊ അതാണ് മോളെ ഞാനും ആലോചിക്കുന്നത്. അതിൽ പറയുന്നതിനെല്ലാം തിട്ടമുണ്ടല്ലേ, കറക്റ്റായ കാര്യമാണ് മോളെ. അത് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ആ സുധി എന്ന കലാകാരൻ മരിച്ചതിന് ശേഷം ഈ രേണു പുറത്തിറങ്ങിയപ്പോ എന്താ ചെയ്തേ? ഇദ്ദേഹത്തിന്, അതായത് എന്റെ കാമുകനാണോ ഇനി അച്ഛനാണോ ആരോ ആണെന്ന് അറിയത്തില്ല, അതുൽ, ആ താടിവാല, അദ്ദേഹം അങ്ങോട്ട് തുടങ്ങി അലക്കാൻ. അങ്ങനെ ദിവസവും സാധാരണ ഓരോ മനുഷ്യർ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ട് ആ വിഷയം അവിടെ കളയും. നിങ്ങളെ പോലെയുള്ള യൂട്യൂബർമാർക്ക് നല്ല ബിസിനസ് ആയതുകൊണ്ട് ഇതിനെ തന്നെ വെച്ച് അങ്ങോട്ട് അലക്കാൻ തുടങ്ങി. അതല്ലേ നടന്നത്. അങ്ങനെ വന്നപ്പോൾ തീരെ സഹിയിട്ടപ്പോ എന്താ ചെയ്ത്? ആ സ്ത്രീയുടെ കുടുംബത്തിൽ കയറി വരെ ഇവൻ മാന്തൊക്കെ തുടങ്ങി. അതായത് വളരെ നികൃഷ്ടമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ രേണുവിന്റെ അച്ഛനെ വരെ ഉൾപ്പെടെ അവൻ പറഞ്ഞു. ഈ പരമ തെണ്ടി പറഞ്ഞു. ഈ സ്ത്രീ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തു. അതിന്റെ ചുരുക്ക് തീർക്കാൻ ഇവൻ വീണ്ടും വീണ്ടും ഇവൾ ചന്തിയില് മാന്തി 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 ഇരിക്കുന്നു. ഇപ്പൊ ആ മാന്തല് കുറച്ചുകൂടെ ബലപ്പിക്കാൻ വേണ്ടിയിട്ട് താനും ഇറങ്ങിയിട്ടുണ്ട്, അതുലിന്റെ പുത്രനും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ മാറി മാറി മാന്തുന്നു. നിങ്ങൾ മാത്രമല്ല, അതില് പോലും അറിയാത്ത ധാരാളം അച്ഛനും അമ്മയും അല്ല സഹോദരങ്ങളും ഭാര്യമാരും കാമുകിമാരെയൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ മാന്തി മാന്തി വരുന്നുണ്ട്. എന്താ അതല്ലയോ സത്യം. അതായത് അതുലച്ഛന് പറയുന്ന കാര്യങ്ങളെല്ലാം തിട്ടമുണ്ട്. അച്ഛനെ പറഞ്ഞപ്പോ മോക്കും മോനും ഒക്കെ ചൊറിയുന്നു അല്ലയോ. സഫീന ബീബിയുടെ യൂട്യൂബ് ചാനലിന്റെ അവിടെ നിന്നൊരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. ഹനാന്റെ നിങ്ങളുടെ കൂടെ നടന്ന കൂട്ടുകാരി. ഓക്കെ, അതിലും ഞങ്ങളൊക്കെ ഈ നിങ്ങളുടെ വീഡിയോസും കണ്ടിട്ടും കുറെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടായി സംസാരിക്കുകയൊക്കെ. മോൻ ഇപ്പൊ ഒരു പേര് പറഞ്ഞെന്തോ, ഒരു ബീബി, സഫീന ബീബി. അതാരാ മോനെ? അമ്മയാണോ? ആണോ? നല്ല സംസ്കാരമുള്ള സ്ത്രീയാണ്. കാരണം വാ തുറന്നാൽ അസഭ്യവർഷായ നമഃ, ഇത് മാത്രം പറയാൻ അറിയാവുന്ന ഒരു പൂത്തിച്ചി മോളല്ലയോ, അല്ലേ? അതാ പൊന്നു മോനെ, അവളെ താരതമ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അവള് ഒരിക്കൽ ഓർമ്മയുണ്ടോ, ഒരു ലൈവിൽ പോയിരുന്ന് മൂത്രമൊഴിച്ചു. പിന്നെ ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ തോന്നെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ രണ്ടുപേർക്കും മറുപടി തരണമെന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ രേണുസുതി എങ്ങോട്ട് പോകുന്നു? അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്നുണ്ട് അവള് ഗർഭിണിയായിരുന്നു, ഗർഭം അലസിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, നിങ്ങൾക്ക് എന്ത് വേണം? നിന്റെ ഭാര്യയോ അമ്മയോ ആരെങ്കിലും അങ്ങനെ പോയി ഗർഭം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതല്ലേ ആദ്യം നല്ലത്. ആദ്യം അവനവന്റെ കുടുംബത്തിലെ കാര്യം കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാര്യം തിരക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണി ആയെങ്കിൽ അവള് സ്ത്രീ ആയതുകൊണ്ടാണ് ഗർഭിണി ആയത്. പുരുഷന്മാർ സാധാരണ ഗർഭിണി ആകാറില്ല. എടാ പൊന്നു മോനെ, നീയൊക്കെ ഈ രേണുവിന്റെ പുറകെ നടന്ന് മാന്തിക്കൊണ്ട് നടക്കാതെ അതിനെ ഒരു കച്ചവട വസ്തു ആക്കി നീയൊക്കെ കാശുണ്ടാക്കുന്നതിനേക്കാൾ നമ്മളൊക്കെ ഒരു യൂട്യൂബ് ചാനലുമായിട്ട് ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു അല്പം കടപ്പാടും ബാധ്യതയൊക്കെ നമ്മുടെ ജനങ്ങളടുത്ത് വേണ്ടായോ? വേണ്ടായോ? അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, ഈ കഴിഞ്ഞ 19-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു അവാർഡ് ദാനം നടന്നു. അത് നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. അതായത് നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന അബ്ദുൽ കലാം മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി, അതായത് കുറച്ച് അലപരാധികൾ ചേർന്നിട്ട് സംഘടിപ്പിച്ച ആ മഹത് വ്യക്തിയുടെ പേരിൽ തുടങ്ങിയ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി, അവര് ഒരു അവാർഡ് ദാനം നൽകുകയുണ്ടായി. കർമ്മശ്രേഷ്ഠ പുരസ്കാരം. ആഹാ, എന്ത് നല്ല പേര്. അതായത് അബ്ദുൽ കലാമിന്റെ പേരിൽ തുടങ്ങി, അതായത് കുറെ അലപരാധികൾ. അതിന്റെ സ്ഥാപകനായ സ്ത്രീ ആരാണെന്നറിയാമോ? സോഷ്യൽ മീഡിയയിൽ പണ്ട് ന്യൂ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡിയാണ്. ഫോട്ടോഷൂട്ട് എന്നും പറഞ്ഞ് കാണിക്കാൻ വയ്യാത്തത് എല്ലാം കാണിക്കുമായിരുന്നു. ഷഡ്ഡി അലർജി ആയിരുന്നു, ബ്രേസിയർ അലർജി ആയിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചതും 19-ാം തീയതി കൊടുത്തതും. ഈ അവാർഡ് വാങ്ങിയത് ആരൊക്കെയാണെന്നറിയാമോ? ഈ നിങ്ങൾ പറയുന്ന രേണുസൂയെ വിളിച്ചായിരുന്നു. അവൾ അന്തസ്സുള്ള സ്ത്രീ ആയതുകൊണ്ട് അവൾ ഈ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹയല്ല എന്ന് അവൾക്ക് ബോധമുള്ളതുകൊണ്ട് അവള് വാങ്ങാൻ പോയില്ല. പിന്നെ വാങ്ങിയ വിദ്വാന്മാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്കൊക്കെ അറിയാമായിരിക്കും. ഒലിവിയ ഡിസിൻസ് അടൂര്,
അതിനകത്തുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഈ സ്ത്രീകളുടെ പെൺകുട്ടികളുടെയൊക്കെ എല്ലാം മൊബൈലും വാങ്ങി വെച്ച് അവർക്ക് ആഹാരവും ശമ്പളവും കൊടുക്കാതെ ജോലി ചെയ്യിപ്പിച്ച ഒരു അലപരാതി ഒരുത്തി. അവള് കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അവാർഡ് വാങ്ങി. അതുപോലെ തന്നെ അലൻ ജോസ് പെരേര, അവനും വാങ്ങി. പിന്നെ അതുപോലെ തന്നെ സനുജ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹയായിരുന്നു. കാരണം 2-3 പ്രാവശ്യം ആത്മഹത്യാ നാടകം കളിച്ചു. പിന്നെ അവളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അടിപൊളി കണ്ടന്റ് ആണ് നമുക്കൊക്കെ ഇങ്ങോട്ട് തള്ളിയിട്ട് തരുന്നത്. അതിനെ പരിഗണിച്ചാണ് അവാർഡ് കൊടുത്തത് അലൻ ജോസ് പെരേര. പിന്നെ രേണുസുതി തന്തയ്ക്ക് പറഞ്ഞവളായതുകൊണ്ട് അത് പോയിട്ടില്ല, വാങ്ങിയില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഈ മഹത്തായ ഒരു വ്യക്തിയെ ആക്ഷേപിച്ചത് കണ്ടിട്ട് പോലും നീ ഒന്നും അറിഞ്ഞില്ല. ആ സമയമെല്ലാം ഈ രേണു എവിടെ പോകുന്നു, അല്ലെങ്കിൽ അവള് കക്കൂസി പോകുന്നുണ്ടോ, പിന്നെ കുളിക്കുന്നുണ്ടോ, അവള് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയല്ലായിരുന്നു. ഈ കോപ്പിലെ വിഷയങ്ങൾ കളഞ്ഞിട്ട് എന്തെല്ലാം ജനങ്ങൾക്ക് നന്മയും ഉപകാരപ്രദവുമായ പ്രതികരിക്കേണ്ട വിഷയങ്ങളുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അതൊന്നും പ്രതികരിക്കുന്നില്ല? അപ്പോ ഈ അതുപോലെ ഇതിനകത്തിരിക്കുന്ന മോളുണ്ടല്ലോ ഞാൻ കാണിച്ചേ, അവക്ക് പുതിയ ചാനലാ, സബ്സ്ക്രൈബർ കുറവാ. അപ്പോ നമ്മള് രേണു ആകുമ്പം നല്ല മാർക്കറ്റുള്ള ഒരു ഡിമാൻഡുള്ള ഒരു ഐറ്റം അല്ലേ, അങ്ങനെ സബ്സ്ക്രൈബറും വാച്ചവർക്ക് കൂട്ടാന്ന് കരുതിയിട്ടാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും ആ വിഷയങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാൻ ശ്രമിക്കൂ, അതല്ലേ നല്ലത്. പിന്നെ അതുലിനെന്ന് പറഞ്ഞ അച്ഛന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ചൊറിയേണ്ട കാര്യമില്ല. ആ സ്ത്രീ എങ്ങനെ ജീവിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളടുത്ത് മാതാനോ ചൊറിയാനോ വരുന്നില്ല, 10 രൂപ താന്ന് പറഞ്ഞ് നിങ്ങളടുത്ത് വരുന്നില്ല. നിങ്ങളൊക്കെ സഹായിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ആ സുധി എന്നും പറഞ്ഞ കലാകാരൻ ജീവിച്ചിരുന്ന സമയത്ത് അന്നൊന്നും നിങ്ങൾ ചെയ്തില്ല. നിങ്ങളൊക്കെ എല്ലാവരുടെയും വീട്ടിന്റെ മുന്നിൽ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും വീട്ടിന്റെ മുന്നിൽ നിങ്ങളൊരു എഴുതി വെക്കണം, രേണു സുധി ഈ വീടിന്റെ ഐശ്വര്യം. നിങ്ങൾക്ക് അതിൻ്റെതായ ഐശ്വര്യവും നന്മയും ഉണ്ടാകും കേട്ടോ. പിന്നെ നമ്മൾ കഴിവിന്റെ പരമാവധി ആ സ്ത്രീയെ വെറുതെ വിടും, അതെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഇല്ലല്ലോ. പിന്നെ നീ തന്നെ ഇരുന്ന് വിധി എഴുതി 3 മാസം കൂടെ ഉള്ളൂ. പിന്നെ അവളെ ഗർഭിണിയല്ലേ, 3 മാസം കൂടെ കഴിയുമ്പോൾ പ്രസവിക്കാൻ. അല്ലെങ്കിൽ പ്രസവിക്കട്ടെ, നിനക്കൊക്കെ എന്താ വേണം? ആദ്യം നീയൊക്കെ നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കും മോനെ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ സുരേന്ദ്രന്റെ അടുത്ത് ചൊറിഞ്ഞുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ചൊറിയാം. കാരണം നിങ്ങളെയൊക്കെ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുമ്പോൾ നിങ്ങൾ എനിക്കെതിരെ പ്രതികരിക്കും. നടക്കട്ടെ, ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാം. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ രീതിയിലേ പ്രതികരിക്കാൻ പറ്റൂ. ഞാൻ അങ്ങനെ ആയിപ്പോയി. കാരണം ഈ ലോകത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഒരു സ്ത്രീയെ എത്രത്തോളം അപമാനിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയയിലായാലും എവിടെയായാലും. അത് 1-2 പ്രാവശ്യം അല്ല, നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു കണ്ടന്റ് ആക്കി വെച്ച് തന്നെയാണ് നിങ്ങൾ 1-2 പേരല്ല, ആയിരക്കണക്കിന് പേര്. അപ്പോൾ നിങ്ങൾക്ക് അലക്കണമെന്നുള്ളവർക്ക് അലക്കാം, നിങ്ങളുടെ വഴിക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് നിർത്തുന്നു.